വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ തിരുവചനങ്ങൾ. മറിയം തൻ്റെ അനുഭവം ഇസ്രായേലിൻ്റെയും മനുഷ്യവംശം മുഴുവൻ്റേതുമായി കണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തൻ്റെ ആനന്ദം പ്രകടിപ്പിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ കാരണത്തിന് ശ്രദ്ധേയമായ ഊന്നൽ നൽകുന്നുണ്ട് ഇവിടെ. എളിയവരുടെയും ദരിദ്രരുടെയും പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന രക്ഷകനായ ദൈവത്തെയാണ് യേശു പ്രഘോഷിക്കാനിരിക്കുന്നതെന്ന പ്രവചനപരമായ സൂചനയും മറിയത്തിൻ്റെ ഈ പാട്ടിൽ തന്നെയുണ്ട്. എല്ലാം ദൈവം അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും വാഗ്ദാനം ചെയ്ത പ്രകാരം തന്നെയാണ്. സകല തലമുറകൾ തന്നെ പ്രകീർത്തിക്കുമെന്നതിൻ്റെ കാരണവും മറിയം പറയുന്നുണ്ട്. ശക്തൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധനായ ശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുള്ളത് എപ്പോഴും നല്ലതാണ്. ദൈവത്തെ പ്രകീർത്തിക്കുവാനുള്ള അനന്തമായ കാരണങ്ങൾ നമുക്ക് അവയിൽ നിന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിയും. നമ്മെ ജീവനാർദ്ധാവാശം ശനികൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കുമാ.